ഹലോ എവരിവൺ, എല്ലാവർക്കും IT കരിയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിപ്രോയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഗൂഗിൾ എടുക്കുക, അതിൽ വിപ്രോ കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. careers.wipro.com എന്ന വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഇതാണ് വിപ്രോയുടെ കരിയർ പേജ്. ഈ പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാം. ഇവിടെ നമുക്ക് ജോബിന്റെ കീവേഡ്സ് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് നമുക്ക് ആ ജോബ് കിട്ടും. ഇപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സെർച്ച് കീ അമർത്തുക. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ജോബ്സ് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ജോബ്സ് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വരുന്ന പേജിൽ ജോബിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലൊക്കേഷൻ ഇന്ത്യയാണ്. ഇത് ജോബ് ID ആണ് 26349338 എന്നുള്ളത്. പിന്നെ അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന്. ഇവിടെ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് 1 year റെലവെന്റ് എക്സ്പീരിയൻസ് വേണം. ഇതിൽ എന്തൊക്കെ സ്കിൽസാണ് വേണ്ടതെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. HTML, JavaScript, jQuery, Angular. ഇനി നമുക്ക് അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എൻ്റർ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക, പ്രൈവസി പോളിസി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇനി കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള പേജിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അക്കൗണ്ട്സ് അവർ ലിസ്റ്റ് ചെയ്ത് തന്നിട്ട് ഈ അക്കൗണ്ട്സ് എല്ലാം വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് ഫേസ്ബുക്ക്, ഗൂഗിൾ, ലിങ്ക്ഡിൻ, മൈക്രോസോഫ്റ്റ്. ലിങ്ക്ഡിനിൽ എങ്ങനെ നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റർ ചെയ്യാം. അതിനുശേഷം അവർ പറയുന്നത് റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ്. എങ്ങനെ ഒരു നല്ല റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണക്ട് വിത്ത് യുവർ അക്കൗണ്ട് എന്നുള്ളതിൽ ഞാൻ ഗൂഗിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ പേജിൽ ഇമെയിൽ ID സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് റെസ്യൂമെ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ മൈ കമ്പ്യൂട്ടറിൽ നിന്ന് റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ മൈ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർമേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഇമെയിൽ ID ഓൾറെഡി എൻ്റർ ചെയ്ത് വന്നിട്ടുണ്ടാവും ഗൂഗിൾ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തതുകൊണ്ട്. അടുത്ത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റാൻഡം ആയിട്ട് നമ്പർ എൻ്റർ ചെയ്യാണ്. അടുത്ത് നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ചോദിക്കുന്നത് നമ്മൾ വിപ്രോയിൽ മുന്നേ എംപ്ലോയിഡ് ആണോ എന്നാണ്. ഞാനിപ്പോൾ നോ കൊടുക്കുകയാണ്. അടുത്തത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫീൽഡാണ്. അടുത്തത് ഈ ജോബിനെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. കമ്പനി വെബ്സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്ത നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യാനാണ്. ഞാൻ MCA എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അടുത്ത ഏത് ഇയർ പാസ് ഔട്ട് ആയി എന്നാണ്. അടുത്ത ഏതാണ് നമ്മുടെ കൺട്രി എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. എംപ്ലോയർ ഡീറ്റെയിൽസ്, സിറ്റി, കൺട്രി, ജോബ് ടൈറ്റിൽ എന്താണ്, ഏത് വർഷമാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി, ഏത് വർഷം വരെ വർക്ക് ചെയ്തു, പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻ്റർ ചെയ്യാണ്. ഞാനിപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അടുത്ത് വരുന്ന നമ്മുടെ പ്രിഫറൻസ് ആണ്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് വരുന്ന ടൈം സോൺ സെലക്ട് ചെയ്യാനാണ്. ഞാൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രിഫർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സബ്മിറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പേജിലോട്ട് പോകും. അടുത്തത് വരുന്ന ഏരിയയിൽ നമുക്ക് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് യെസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. യെസ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. അത് നമുക്ക് ഫിനിഷ് ലേറ്റർ കൊടുത്ത് നമുക്ക് പിന്നീട് എപ്പോഴും സബ്മിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന പേജിൽ അതിൻ്റെ IDയും കാറ്റഗറിയും പൊസിഷനും കമ്പനി ഡിവിഷനും എല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടാവും. ജോബ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതെന്നും കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏത് ജോബിനാണ് അപ്ലൈ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂവും അതിന്റെ മാൻഡേറ്ററി സ്കിൽസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം അവർ അതിന്റെ ഇടയിൽ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. വീഡിയോന്റെ ഇടയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.